എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പോളിറ്റിയുടെ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു അല്ലേ. ഇനിയുള്ളത് 4 മുതലാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 4ാമത്തെ ചാപ്റ്റർ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദി ഫസ്റ്റ് ടു ബിഗിൻ വിത്ത് പ്രിയാമ്പിൾ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആദ്യമായിട്ട് പ്രിയാമ്പിൾ വെച്ച് ബിഗിൻ ചെയ്യുന്നത്. മെനി കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ഫോളോഡ് ദ പ്രാക്ടീസ്. ദ ടേം പ്രിയാമ്പിൾ, എന്താണ് പ്രിയാമ്പിൾ? ദ ടേം പ്രിയാമ്പിൾ റെഫേഴ്സ് ടു ദി ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ ആണെന്ത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. The preamble of the Indian Constitution is based on the objective resolution by Jawaharlal Nehru. അല്ലേ? The preamble of the Indian Constitution is based on the objective resolution drafted and moved by Pandit Nehru and adopted by the Constituent Assembly. അപ്പോൾ ഈ ഡേറ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒന്ന് നോക്കിയേക്കണം. ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കാണണം. 1, 2, 3 ചാപ്റ്റേഴ്സ്, അതിൽ 2, 3 ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതൊന്ന് കണ്ടേക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രിയാമ്പിൾ എന്നാണ് അടുത്തത്. എന്താണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രിയാമ്പിൾ? പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ വാല്യൂസാണ് അത് അപ്ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ത് ഡേറ്റാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രിയാമ്പിൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയാമ്പിൾ റിവീൽസ് 4 ഇൻഗ്രീഡിയൻസ് ഓർ കോമ്പണൻസ്. എന്തൊക്കെയാണ്? സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രിയാമ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം പീപ്പിൾ ഓഫ് ഇന്ത്യ. എവിടെ നിന്നാണ് അതോറിറ്റി ഡിറൈവ് ചെയ്യുന്നത്? പീപ്പിൾ ഓഫ് ഇന്ത്യ. രണ്ടാമത്തത് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ടു ബി സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പൊളിറ്റി എന്ന്. അപ്പോൾ എന്ത് തരം നേച്ചറാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഉള്ളത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സോവറിനാണ്, സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക്കനാണ്. അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് സ്പെസിഫൈസ് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആസ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. അതായത് ലിബർട്ടിയാണ്, ജസ്റ്റിസാണ്, ഈക്വാലിറ്റിയാണ്, ഫ്രട്ടേണിറ്റിയാണ്, ഇങ്ങനെയുള്ള ടേംസൊക്കെ പിന്നെ കീ വേർഡ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് ഡേറ്റാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? November 26, 1949 അല്ലേ. ദിസ് ഈസ് ദ ഡേറ്റ് വെൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്താണ്? November 26, 1949. ഇത് തന്നെയാണ് ഇന്ത്യയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രിയാമ്പിളിൽ. പിന്നെ കീ വേർഡ്സ് ആണ്. എന്തൊക്കെയാണ് കീ വേർഡ്സ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. എന്താണ് സോവറിൻ? ഇന്ത്യ ഒരു സോവറിൻ രാജ്യമാണെന്ന് പറയുന്നത്. അതായത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതിൽ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക്കലി ഓരോന്നായിട്ട് നോക്കാം. എന്താണ് സോവറിൻ? സോവറിൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. ദ വേർഡ് സോവറിൻ ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ഈസ് നൈദർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമീനിയൻ ഓഫ് എനി അതർ നേഷൻ ബട്ട് എൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന, എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം സ്വന്തമായി എടുക്കുന്ന, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അഫെയർസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ എന്നത് അർത്ഥമാക്കുന്ന വേർഡ് എന്താണ്? സോവറിൻ അല്ലേ. സോവറിൻ. 2 സോഷ്യലിസ്റ്റ്. ഈവൻ ബിഫോർ ദ ടേം, ഇപ്പോൾ സോഷ്യലിസ്റ്റിൽ ഈവൻ ബിഫോർ ദ ടേം വാസ് ആഡഡ് ബൈ ദ 42nd Amendment in 1976, the Constitution had a socialist content in the form of certain directive principles of state policy. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പല രീതിയിലും ഇത് മെൻഷൻ ചെയ്തിരുന്നു, സോഷ്യലിസ്റ്റിക് വാല്യൂസ്. പക്ഷേ അത് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തത് എപ്പോഴാണ്? 42nd Amendment Act 1976 അല്ലേ. 42nd Amendment ആക്റ്റിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ 3 വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രിയാമ്പിളിൽ. നോട്ടബിളി ദി ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം ഇസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം ആൻഡ് നോട്ട് എ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന് പറയുന്നു. വിച്ച് ഇൻവോൾവ്സ് ദ നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ സാധാരണഗതിയിൽ സോഷ്യലിസ്റ്റിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലിസ്റ്റിക് ഫോം ഓഫ് സ്റ്റേറ്റ് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് എന്താണ്? വിച്ച് ഇൻവോൾവ്സ് ദ നാഷണലൈസേഷൻ ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു രാജ്യത്ത് നടക്കുന്ന പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? സ്റ്റേറ്റിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. അങ്ങനെ അല്ലാത്ത സോഷ്യലിസമാണ് ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം ഇസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസം ആൻഡ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. എന്തുകൊണ്ടാണത്? ഒരു മിക്സഡ് എക്കോണമി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല, മറിച്ച് ഒരു എന്താ പറയുക, മിക്സഡ് എക്കോണമിയിൽ പ്രൈവറ്റ് പ്ലേയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനും ഉണ്ട് എന്ന്. ഗവൺമെൻറ് ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന രീതിയിലാണ് ഈ മിക്സഡ് എക്കോണമി വർക്ക് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇന്ത്യയുടെ സോഷ്യലിസം എന്ന് പറയുന്നത്. അടുത്ത വേർഡ് സെക്യുലർ ആണ്. സെക്യുലർ എന്താ? ദ ടേം സെക്യുലർ 2 വാസ് ആഡഡ് ബൈ ദ 42nd Constitutional Amendment. നമ്മൾ നേരത്തെ പറഞ്ഞു 1976 42nd Constitutional Amendment പ്രകാരമാണ് എന്ത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ 3 വാക്കുകൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 വാക്കുകളും 42nd Amendment 1976 വഴിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്യുലറും അങ്ങനെ തന്നെ. അപ്പോൾ എന്താണ് സെക്യുലർ എന്ന് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംബോഡീസ് ദ പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം, ദാറ്റ് ഈസ് ഓൾ റിലീജിയൻസ് ഇൻ അവർ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സ്ട്രെങ്ത് ഹാവ് ദ സെയിം സ്റ്റാറ്റസ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദ സ്റ്റേറ്റ്. എല്ലാ റിലീജിയൻസിനും
ചെറുതോ വലുതോ എന്ന രീതിയിൽ ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ തന്നെ സെയിം സപ്പോർട്ടും അതുപോലെ തന്നെ സെയിം രീതിയിലുള്ള കൺസിഡറേഷനുമാണ് കിട്ടുന്നത്, സപ്പോർട്ടും കൺസിഡറേഷനുമാണ് കിട്ടുന്നത്. അതാണ് സെക്യുലർ എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് എന്ന വേർഡാണ്. എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? പൊസഷൻ ഓഫ് സുപ്രീം പവർ ബൈ ദ പീപ്പിൾ, അല്ലേ? രാജ്യത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ സിറ്റിസൺസിനാണ് കൂടുതൽ അല്ലെങ്കിൽ സുപ്രീം പവർ എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് പൊളിറ്റി സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദി പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഡോക്ട്രിൻ ഓഫ് പോപ്പുലർ സോവറനിറ്റി, ദാറ്റ് ഈസ് പൊസഷൻ ഓഫ് സുപ്രീം പവർ ബൈ ദ പീപ്പിൾ. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്, അല്ലേ? ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഡെമോക്രസിയാണ്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ റെപ്രസെൻറ്റേറ്റീവ് പാർലമെൻ്ററി ഡെമോക്രസി അണ്ടർ വിച്ച് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ ഫോർ ഓൾ ഇറ്റ്സ് പോളിസീസ് ആൻഡ് ആക്ഷൻസ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇനിയുള്ള ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഡെമോക്രസിൻ്റെ, ഇന്ത്യൻ ഡെമോക്രസിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് എന്തൊക്കെയാണത്? എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? എല്ലാവർക്കും 18 വയസ്സിന് കഴിഞ്ഞാൽ എല്ലാ സിറ്റിസൺസിനും വോട്ട് ചെയ്യാവുന്ന അധികാരം. അതുപോലെ തന്നെ പീരിയോഡിക് ഇലക്ഷൻസ്, എല്ലാ 5 വർഷം കൂടുമ്പോഴുള്ള ഇലക്ഷൻസ്. റൂൾ ഓഫ് ലോ, അതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആൻഡ് ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൈൻ ഗ്രൗണ്ട്സ് ആർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഡെമോക്രാറ്റിക് ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. ഇന്ത്യൻ പൊളിറ്റിയുടെ ഡെമോക്രാറ്റിക് ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക്? എലക്റ്റഡ് ഹെഡ് ഉണ്ടാവുന്നതാണ് റിപ്പബ്ലിക്, അല്ലേ? അപ്പോൾ എന്താണ്? ഡെമോക്രാറ്റിക് പൊളിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 categories, monarchy and republic. In a monarchy, the head of the state, usually king or queen, enjoys a hereditary position that he comes to office through succession. അതായത് കിങ്ങോ അല്ലെങ്കിൽ ക്യൂനോ വരുന്നത് ഒരു ഹെറിഡിറ്ററി ആയിട്ടാണ് അവർക്ക് ഈ സ്ഥാനം കിട്ടുന്നത്. നേരെ മറിച്ച് ഒരു റിപ്പബ്ലിക്കിൽ എന്താണ്? ഇൻ റിപ്പബ്ലിക് ഓൺ ദ അതർ ഹാൻഡ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് എലക്റ്റഡ്. എങ്ങനെ? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് എലക്റ്റഡ്, അല്ലേ? ഡയറക്ട്ലി എലക്റ്റഡ് ഓർ ഇൻഡയറക്ട്ലി എലക്റ്റഡ് എന്നതാണ്. എന്തായാലും എലക്ഷൻ ഉണ്ടാവും ഒരു റിപ്പബ്ലിക്കിൻ്റെ, അതായത് ഒരു രാജ്യത്തിൻ്റെ ഹെഡിന്. അപ്പോൾ അതാണ് റിപ്പബ്ലിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊണാർക്കി ആണെങ്കിൽ എന്താണ്? ഹെറിഡിറ്ററി പൊസിഷൻ വഴി കിങ്ങോ ക്യൂനോ ആ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കലാണ്. ദെർഫോർ ദ ടേം റിപ്പബ്ലിക് ഇൻ അവർ പ്രിയാമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇന്ത്യ ഹാസ് ആൻ എലക്റ്റഡ് ഹെഡ് കോൾഡ് ദി പ്രസിഡന്റ്. വളരെ ഷോർട്ടായിട്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കേണ്ടതുകൊണ്ടാണ് വേഗം കാര്യങ്ങൾ ചെയ്യുന്നത്. ജസ്റ്റിസ്. അടുത്തത് ദ ടേം ജസ്റ്റിസ്. ഈ റിപ്പബ്ലിക്കിൽ ഒരു കാര്യം കൂടി, എ റിപ്പബ്ലിക് ആൾസോ മീൻസ് ടു മോർ തിങ്സ്. വൺ, വെസ്റ്റിംഗ് ഓഫ് പൊളിറ്റിക്കൽ സോവറിറ്റി ഇൻ ദ പീപ്പിൾ ആൻഡ് നോട്ട് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ലൈക്ക് കിങ്. അപ്പോൾ പൊളിറ്റിക്കൽ സോവറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു കിങ്ങിൻ്റെ കയ്യിലല്ലാതെ രാജ്യത്തിൻ്റെ അധികാരം ആൾക്കാരിലേക്ക് പോകുന്നു, അല്ലേ? ആൻഡ് നോട്ട് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ലൈക്ക് എ കിങ്. ആൻഡ് സെക്കൻഡ്, ദ ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ് ആൻഡ് ഹെൻസ് ഓൾ പബ്ലിക് ഓഫീസേഴ്സ് ബീങ് ഓപ്പൺ ടു എവറി സിറ്റിസൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. എല്ലാ പബ്ലിക് ഓഫീസും ഗവൺമെൻറ് ഓഫീസുകളും എന്താണ്? ഡിസ്ക്രിമിനേഷൻ കൂടാതെ തന്നെ എല്ലാവർക്കും ഓപ്പൺ ആണ് എന്നുള്ളതാണ്. പിന്നെ ജസ്റ്റിസ്. ദ ടേം ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ എംബ്രേസസ് 3 distinct forms: social, economic and political, secured through various provisions of fundamental rights and directive principles. അപ്പോൾ ജസ്റ്റിസ് എങ്ങനെയാണ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ജസ്റ്റിസ് എങ്ങനെ സെർവ് ചെയ്യപ്പെടുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വഴിയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വഴിയൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. ലിബർട്ടി. എന്താണ് ലിബർട്ടി? ദ ടേം ലിബർട്ടി മീൻസ് ദ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ഓൺ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. എന്താണ് ലിബർട്ടി? ഇതൊന്ന് ഓർത്ത് വെക്കണം. കാരണം ചിലപ്പം വാട്ട് ഇൻ ബെസ്റ്റ് ടേംസ് ഈസ് ലിബർട്ടി എന്ന് ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. അതായത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതായത് ഡു വാട്ട് യു വാണ്ട് ഇൻ എ കൺട്രി, അല്ലെങ്കിൽ പെർസ്യൂ വാട്ട് യു വാണ്ട് ഇൻ എ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ടേം ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ലിബർട്ടി എന്താണ്? ദ ടേം ലിബർട്ടി മീൻസ് ദ ആബ്സെൻസ് ഓഫ് റീസ്ട്രെയിൻസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ്. അതായത് ഒരേ സമയം ആൾക്കാരുടെ ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻസ് വെക്കാതിരിക്കുകയും അതുപോലെ തന്നെ എന്താണ് ആ ഇൻഡിവിജ്വൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലിബർട്ടി ഈസ് എലാബറേറ്റഡ് ആസ് ദി in preamble as very essential for the successful functioning of the Indian democratic system. However, liberty does not mean the license to do what one likes and has to be enjoyed with the limitations. റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എപ്പോഴും ഉണ്ടാവും. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഈ പറയുന്ന വാല്യൂ, ലിബർട്ടി എന്ന് പറഞ്ഞ വാല്യൂ. പക്ഷേ എന്താണ്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്തായാലും ഉണ്ടാവും. അടുത്തത് ഈക്വാലിറ്റി. ഈക്വാലിറ്റി എന്താണ്? ദ ടേം ഈക്വാലിറ്റി മീൻസ് ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു എനി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഓൾ ദി ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടേം ഈക്വാലിറ്റി എന്താണ്? മീൻസ് ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്?
എല്ലാവർക്കും ഈക്വൽ ആൻഡ് ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതായിരിക്കും. ദ പ്രിയാമ്പിൾ സെക്വേഴ്സ് ടു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ദിസ് പ്രൊവിഷൻ എംബ്രേസസ് 3 ഡയമെൻഷൻസ്: ഈക്വാലിറ്റി, സിവിക്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ. 3 തലത്തിലാണ് ഈ പറയുന്ന ഈക്വാലിറ്റിയെ വിഭജിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കാരണം ഈക്വാലിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 14, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്, ആർട്ടിക്കിൾ 15. അങ്ങനെ പല മുമ്പോട്ടുള്ള ആർട്ടിക്കിൾസും പ്രൊവിഷൻസിലുമാണ് ഈ പറഞ്ഞ ഈക്വാലിറ്റി എന്താ പറയുക അപ്ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഫ്രട്ടേണിറ്റി, എന്താണ് ഫ്രട്ടേണിറ്റി? സെൻസ് ഓഫ് ബ്രദർഹുഡ് ആണ് അല്ലേ ഫ്രട്ടേണിറ്റി മീൻസ് എ സെൻസ് ഓഫ് ബ്രദർഹുഡ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട്സ് ദിസ് ഫീലിംഗ് ഓഫ് ഫ്രട്ടേണിറ്റി ബൈ ദ സിസ്റ്റം ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അതായത് ഒരു സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു സിറ്റിസൺഷിപ്പ് ഇല്ല, സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള അധികാരമില്ല. എന്താണുള്ളത്? ഒരു രാജ്യം എന്ന രീതിയിൽ ഒറ്റ സിറ്റിസൺഷിപ്പാണ്. അത് ഏത് സ്റ്റേറ്റിൽ നിന്നാലും ഹീസ് എ സിറ്റിസൺ ഓഫ് ദി കൺട്രി അല്ലേ. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ, എന്താണ് പ്രിയാമ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ദ പ്രിയാമ്പിൾ എംബോഡീസ് ദ ബേസിക് ഫിലോസഫി ആൻഡ് ഫണ്ടമെൻ്റൽ വാല്യൂസ്, പൊളിറ്റിക്കൽ, മോറൽ ആൻഡ് റിലീജിയസ്, ഓൺ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബേസ്ഡ്. അപ്പോൾ പ്രിയാമ്പിൾ എന്താണ്? ബേസിക് ഫിലോസഫി പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഈ പ്രിയാമ്പിളിനെ കുറിച്ച് ചില വേർഡിങ്സ് പറഞ്ഞിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. According to K. Munshi, a member of drafting committee of the Constituent Assembly, the preamble is horoscope of our sovereign democratic republic. ജാതകം എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൊറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആരാ പറഞ്ഞിരിക്കുന്നത്? കെ മുൻഷിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ, അനദർ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, summed up in the importance of the preamble. Preamble is most precious part of the constitution. It is soul of the constitution. It is a key to the constitution. It is a jewel set in the constitution. It is a proper yardstick with which one measure the worth of the constitution. ഇത്രയും ആരാ പറഞ്ഞിരിക്കുന്നത്? ജ്വല്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ, പുള്ളി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പറായിരുന്നു. സർ ഏണസ്റ്റ് ബർക്കർ, എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, paid a glowing tribute to the political wisdom of the authors of the preamble. He described the preamble as the keynote of the constitution. ഏണസ്റ്റ് ബേക്കർ എന്താ പറഞ്ഞിരിക്കുന്നത്? കീനോട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഒരു സെൻറ്റൻസാണ്, ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ എം ഹിദായത്തുള്ള എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒബ്സർവ്ഡ് പ്രിയാമ്പിൾ റിസംബിൾസ് ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ ദ ഡിക്ലറേഷൻ. ഇറ്റ് ഈസ് ദ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ലേസ് ഡൗൺ ദ പാറ്റേൺ ഓഫ് അവർ പൊളിറ്റിക്കൽ സൊസൈറ്റി. ഇറ്റ് കണ്ടെയ്ൻസ് എ സോളം റിസോൾവ് വിച്ച് നത്തിങ് ബട്ട് എ റെവല്യൂഷൻ ക്യാൻ ഓൾട്ടർ. അപ്പോൾ ഇത് എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളാണ്, വേർഡിങ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയാമ്പിൾ. അപ്പോൾ എന്താണ്? പ്രിഫേസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മോറൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോറൽ, അതുപോലെ തന്നെ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ വാല്യൂസൊക്കെ അപ്ഹോൾഡ് ചെയ്യാനും അതിനെക്കുറിച്ചൊരു ധാരണ തരാനും കൂടിയാണ് എന്ത് പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രിയാമ്പിളുടെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രിയാമ്പിളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ സൈഡിലുള്ള കേസുകൾ എന്നുള്ളതാണ് ഈ നോക്കുന്നത്. പ്രിയാമ്പിൾ ആസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ? പ്രിയാമ്പിൾ പ്രിഫേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കേസസ് ഉണ്ട്. അപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആയിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനുമാണ്. ഇൻ ബറൂബറി Union case 1960, the Supreme Court said that the preamble shows the general purposes behind the several provisions in the Constitution and is thus a key to minds of the makers of the Constitution. Further, where the terms used in any article are ambiguous or capable of more than one meaning, some assistance at interpretation may be taken from the objectives enshrined in the preamble. Despite this recognition of the significance of the preamble, the Supreme Court specifically opined that the preamble is not a part of the Constitution. അപ്പോൾ ഇതിൽ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ബറൂബറി യൂണിയൻ കേസ് 1960 കുറിച്ചാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിയാമ്പിളിൻ്റെ ഉദ്ദേശശുദ്ധിയും അതുപോലെ തന്നെ അത് അപ്ഹോൾഡ് ചെയ്യുന്ന വാല്യൂസും പിന്നെ ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന് വളരെ നല്ലതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കോടതി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പൈറ്റ് ദ റെക്കഗ്നിഷൻ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ, ദ സുപ്രീം കോർട്ട് സ്പെസിഫിക്കലി ഒപ്പൈൻഡ് ദാറ്റ് ദി പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് ബറൂബറി യൂണിയൻ്റെ കേസിലെ വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമായിരിക്കും ബറൂബറി യൂണിയൻ കേസ് 1960 the Supreme Court ruled that preamble is part of the constitution. അത് തെറ്റാണ്. preamble is not a part of the constitution എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് 1973. In Supreme Court rejected that earlier opinion that it held the preamble as a part of the constitution. അപ്പോൾ എന്താണ് ചെയ്തത്? വായിച്ചു തെറ്റിപ്പോയതാണ്. ഇൻ ദ കേശവാനന്ദ ഭാരതി കേസ് 1973, the Supreme Court rejected the earlier opinion and held that the preamble is a part of the constitution. അപ്പോൾ
കഴിഞ്ഞ ബറൂബാരി യൂണിയൻ കേസ് 1960 വെർഡിക്റ്റ് റിവേഴ്സ് ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ പ്രിയാമ്പിൾ ഈസ് ഓഫ് എക്സ്ട്രീം ഇമ്പോർട്ടൻസ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്നും ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി റെഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഗ്രാൻഡ് ആൻഡ് നോബിൾ വിഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദി പ്രിയാമ്പിൾ. ഇൻ ദ LIC of India case 1995 also the Supreme Court again held that the preamble is an integral part of the കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 3 കേസുകൾ പറയുന്നുണ്ട്. ഒന്ന് ബറൂബാരി യൂണിയൻ, അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസ് 1973, അതുപോലെ 1995 LIC of India കേസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ബറൂബാരി യൂണിയൻ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിയാമ്പിൾ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ കേശവാനന്ദ ഭാരതി കേസ് 1973 പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിൾ ഇസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി, അല്ലെങ്കിൽ പ്രിയാമ്പിളിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അതിൻ്റെ വെളിച്ചത്തിൽ വേണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ആർട്ടിക്കിൾസും ഇൻ്റർപ്രറ്റ് ചെയ്യാനെന്നും എന്നൊക്കെ പറഞ്ഞു, പ്രൊവിഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1995 LIC of India കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ അമെൻഡബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത്. ലൈക്ക് എനി അതർ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രിയാമ്പിൾ വാസ് ആൾസോ എനാക്റ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബട്ട് ആഫ്റ്റർ ദ റെസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഓൾറെഡി എനാക്റ്റഡ്. ദ റീസൺ ഫോർ ഇൻസർട്ടിംഗ് ദ പ്രിയാമ്പിൾ അറ്റ് ദ എൻഡ് വാസ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് വാസ് in conformity with the Constitution as adopted by the Constituent Assembly. While forwarding the preamble for votes, President of the Constituent Assembly said the question is the preamble stands part of the Constitution. The motion was then adopted. Hence, the current opinion held by the Supreme Court that the preamble is a part of the Constitution is in consonance with the opinion of the founding fathers of the Constitution. Constituent Assemblyയിലെ മെമ്പേഴ്സ് പോലും എന്താ പറഞ്ഞത്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം തന്നെയാണെന്നാണ്. അത് തന്നെയാണ് 1973 കേശവാനന്ദ ഭാരതി കേസും അതുപോലെ തന്നെ 1995 LIC of India കേസും റീഅഫേം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 things to be noted. The preamble is neither a source of power to legislature nor a prohibition upon the power of legislature. അതായത് പാർലമെൻറ്റിൻ്റെ പവേഴ്സിനെ എടുത്തു കളയുന്നതോ കൂടുതൽ പവർ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതോ ആയ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊവിഷനോ അല്ല പ്രിയാമ്പിൾ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ജസ്റ്റിഷ്യബിൾ, ദാറ്റ് ഈസ് ദ പ്രൊവിഷൻസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ഇൻ ദ കോർട്ട് ഓഫ് ലോ. ഇത്രയധികം ഗ്രാൻഡ് ആയിട്ടുള്ള വിഷൻ പറയുന്ന, നോബിളായിട്ടുള്ള ഫീച്ചേഴ്സ് പറയുന്ന പ്രിയാമ്പിളിലെ കാര്യങ്ങൾ നോൺ ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിന് ഭംഗം വരുത്തിയാൽ കോടതിയിൽ പോയിട്ട് എന്താണ് അത് അവകാശമായിട്ടോ അല്ലെങ്കിൽ അത് റൈറ്റ് ആയിട്ടോ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഇത് അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. The question as to whether the preamble can be amended under the Article 368 of the Constitution arose for the first time in the historic കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ, ആർട്ടിക്കിൾ 368 എന്തുമായി ബന്ധപ്പെട്ടാണ്? അമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അതായത് അമെൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ. ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 368 പാർട്ട് 20 അല്ലേ, അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലാണ് ആദ്യമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ആ ചോദ്യം വന്നത്. ഇറ്റ് വാസ് അർജ്ഡ് ദാറ്റ് ദ പ്രിയാമ്പിൾ cannot be amended as it is not a part of the Constitution. The petitioner contended that the amending power in Article 368 cannot be used to destroy or damage the basic elements or fundamental feature of the Constitution which are enshrined in the preamble. Supreme Court, however, held that the preamble is a part of the Constitution. The court stated that the opinion tendered by the Barubari Union 1960 in this regard was wrong and held that the preamble can be amended subject to conditions that no amendment is done to the basic feature. In other words, the court held that the basic elements or the fundamental features of the Constitution as contained in the preamble cannot be altered by the amendment under 368. അപ്പോൾ 368 ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന അമെൻമെൻറ്റ് എന്തിന് ബാധകമാണ്? പ്രിയാമ്പിളിനും ബാധകമാണ്. പക്ഷേ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു, ഇത് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ എന്താ പറഞ്ഞിരിക്കുന്നത്? അമെൻഡ് ചെയ്യുമ്പോൾ ബേസിക് ഫീച്ചേഴ്സ് ഒന്നും തന്നെ അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് ഫീച്ചേഴ്സ് അമെൻഡ് ചെയ്യാൻ 368 പ്രകാരം അല്ലെങ്കിൽ 368 കൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം ഇത് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ബേസിക് ഫീച്ചേഴ്സ് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ് സോ ഫാർ ഇൻ 1976 ബൈ ദ 42nd Constitutional Amendment Act which added 3 new words, socialist, secular, integrity അല്ലേ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയാണ്. ബറൂബറി കേസ് 1960 എന്താ പറഞ്ഞിരിക്കുന്നത്? അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണോ? അമെൻഡ് ചെയ്യാൻ പറ്റുന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടാണെന്നാണോ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞോ? ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല പ്രിയാമ്പിൾ എന്നാണ് പറഞ്ഞത്. കേശവാനന്ദ ഭാരതി കേസ് 1973 എന്ത് പറഞ്ഞത്? ഒന്ന് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. 2 അമെൻഡ് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾ 368 പ്രകാരം അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് പറ്റില്ല? ബേസിക് ഫീച്ചേഴ്സ് പറ്റില്ല.
ബേസിക് ഫീച്ചേഴ്സ് എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. എത്ര തവണ അമെൻഡ് ചെയ്തു? ഒരു തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു തവണ 1976 42nd അമെൻമെൻറ്റ് ആക്ട് വഴി അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ ആഡ് ചെയ്തിട്ട് 42nd അമെൻമെൻറ്റ് 1976 ഒരു തവണ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ദ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫീച്ചേഴ്സ് അല്ല, കീ വേർഡ്സ് ഓഫ് ദ പ്രിയാമ്പിൾ പറഞ്ഞു, ഏതിൽ നിന്നാണ് അതോറിറ്റി എടുക്കുന്നതെന്ന് പറഞ്ഞു, എന്ത് ഡേറ്റ്സ് ആണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് വാല്യൂസ് അത് അപ്ഹോൾഡ് ചെയ്യുന്നത്, എന്താണ് നീഡ് ഓഫ് ദി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ, പിന്നെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ എന്തൊക്കെയാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസസ്, അപ്പോൾ ബറൂബാരി യൂണിയൻ, കേശവാനന്ദ ഭാരതി കേസ്, അതുപോലെ തന്നെ LIC ഓഫ് ഇന്ത്യ, ഈ 3 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 4. അപ്പോൾ ചാപ്റ്റർ 5 വളരെ പെട്ടെന്ന് നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയുള്ളൂ. കാരണം യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്ന് പറഞ്ഞ ആദ്യത്തെ ആർട്ടിക്കിൾ 1 to 4 ഒക്കെ ഉള്ള അതാണ് ഈ പറയുന്ന പാർട്ട് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അത് വളരെയധികം പെട്ടെന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞ് പോകാം. അടുത്തത് 5ാമത്തെ ചാപ്റ്റർ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ്. ആർട്ടിക്കിൾ 1 to 4 ആണ് പാർട്ട് 1 വരുന്നത്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. Article 1 describes India, that is Bharat, as union of states rather than federation of states. The provision deals with 2 things, name of the country and 2 type of polity. അപ്പോൾ ഫെഡറേഷൻ ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഫെഡറൽ രാജ്യമാണെങ്കിലും എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ആ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് തേർഡ് പാരഗ്രാഫിലും പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്ലി ദ കൺട്രി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് യൂണിയൻ ഓൾദോ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫെഡറൽ ഇൻ സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു Dr. B.R. Ambedkar, the phrase union of states has been preferred to federation of states for 2 reasons. One, Indian federation is not the result of agreement among the states. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരം ഉണ്ടാക്കിയ ഒരു രാജ്യമല്ല ഇന്ത്യ, നേരെ മറിച്ച് യൂണിയനാണ് പ്രൈമസി ഉള്ളത് അല്ലേ. For 2 reasons. One, the federation is not the result of agreement among the states like the American Federation. And 2, the states have no right to secede from the federation. സ്റ്റേറ്റ്സിന് ഇതിൽ നിന്ന് മാറിപ്പോയി, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നും വിട്ടു മാറി നിൽക്കാനുള്ള അധികാരവും ഇല്ല അല്ലേ. അപ്പോൾ ഇത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഫോർമേഷനൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആർട്ടിക്കിൾ 2 പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 2 എന്താ പറഞ്ഞിരിക്കുന്നത്, empowers the parliament to admit into Union of India or establish new states on such terms and conditions as it thinks fit. Thus Article 2 grant powers to the parliament. ആർക്കാണ് പവർ? പാർലമെൻറ്റിനാണ് പവർ. The power to admit into the Union of India new states. എന്ത് പവറാണ്? പുതിയ സ്റ്റേറ്റുകളെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമാക്കാൻ. എന്താണ്? The power to establish new states. പുതിയ സ്റ്റേറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. The first refers to the admission of states which are already in existence, while the second refers to the establishment of states which were not in existence before. Article 2 relates to the admission or establishment of new states that are not part of the Union of India. Article 3, on the other hand, relates to the formation or changes in the existing states of Union of India. In other words, Article 3 deals with the internal readjustment. അപ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഇൻറ്റേർണൽ റീഅഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളത് ആർട്ടിക്കിൾ 3 ആണ്. പക്ഷേ ആർട്ടിക്കിൾ 2 എന്താണ്? അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആണ്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. ആർട്ടിക്കിൾ 3 ഓതറൈസസ് ദ പാർലമെൻറ്റ് ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഫ്രം എനി സ്റ്റേറ്റ് ഓർ ബൈ യുണൈറ്റിംഗ് 2 or more states or parts of the states or by uniting any territory to a part of any state. അപ്പോൾ ഏതെങ്കിലും 2 സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഇൻറ്റേർണലി റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറൊരു സ്റ്റേറ്റ് ആക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ്? ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇൻറ്റേർണൽ റീഅഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. പുതിയതായിട്ടുള്ള സ്റ്റേറ്റുകൾ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അത് ആർട്ടിക്കിൾ 2 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 3 ഇൻറ്റേർണൽ റീഅഡ്ജസ്റ്റ്മെൻ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. However, Article 3 lays down 2 conditions in this regard. One, a bill complementing the above changes can be introduced in the Parliament only with the prior recommendation of the President. ഇങ്ങനെയുള്ള റീഅഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ പോർഷൻ മറ്റൊരു സ്റ്റേറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ 2 സ്റ്റേറ്റിനെ കമ്പൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ എന്താണ് ചെയ്യേണ്ടത്? എ ബിൽ കോംപ്ലിമെൻറ്റിംഗ് ദ സെയിം അല്ലെങ്കിൽ കോണ്ടംപ്ലേറ്റിംഗ് ദ സെയിം ഹാസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ഓൺലി വിത്ത് ദി പ്രയർ പെർമിഷൻ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിൻ്റെ പ്രയർ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. 2, before recommending the bill, the president has to refer the same to the state legislature concerned for expressing its view within a specific period of time. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രസിഡന്റ് എന്ത് ചെയ്യണം?
ഈ പറയുന്ന ഏത് ബാധിക്കപ്പെടുന്ന സ്റ്റേറ്റുകളോട് എന്ത് ചെയ്യണം, അതിൻ്റെ വ്യൂസ് അറിയാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യണം. Further, the power of the parliament to form new states includes the power to form a new state or union territory by uniting a part of any state or union territory to any other state or union territory. The president is not bound by the views of the state legislature and may either accept or reject them. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വേണമെങ്കിൽ ഈ വ്യൂസ് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ചേഞ്ചസ് വരുത്തുന്ന സ്റ്റേറ്റ്സിനോട് അഭിപ്രായം ചോദിച്ചാൽ, വ്യൂസ് ചോദിച്ചാലോ അത് കേൾക്കേണ്ട ബാധ്യതയുണ്ടാവും? ഇല്ല. പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ വ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഭാഗം മറ്റൊരു രാജ്യത്തേക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നൊരു ഇഷ്യൂ വരുമ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണോ വേണ്ടിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, ഇന്ത്യൻ ടെറിട്ടറി ക്യാൻ ബി ceded to a foreign state only by amending the constitution under the article 368. Consequently, the 9th constitutional amendment 1960 was enacted to transfer a said territory to Pakistan. അപ്പോൾ പാകിസ്ഥാനിലേക്ക് കൊടുത്ത സമയത്ത് എന്താണ് ചെയ്തത്? ആർട്ടിക്കിൾ 368 പ്രകാരം എന്ത് ചെയ്തു? അമെൻഡ് ചെയ്താണ് കൊടുത്തത്. On the other hand, Supreme Court in 1969 ruled that the settlement of a boundary dispute between India and any other country does not require any constitutional amendment. It can be done by executive action as it does not involve സെഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറി ടു എ ഫോറിൻ കൺട്രി. എന്താണ്, ബൗണ്ടറി ഡിസ്പ്യൂട്ട് നിൽക്കുന്ന സമയത്ത്, ബൗണ്ടറി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ അതർ കൺട്രിയും തമ്മിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണമെന്നില്ല. എന്തിന്? ബൗണ്ടറി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഏതെങ്കിലും ഭാഗം കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗം മറ്റൊരു രാജ്യത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, അതായത് ഈ പാകിസ്ഥാൻ ഒരു സെറ്റ് ടെറിട്ടറി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് അമെൻമെൻറ്റ് നടത്തിയാണ് കൊടുത്തത്. ഇപ്പോൾ സുപ്രീം കോർട്ട് 1969 ruled that the settlement of a boundary dispute between India and another country does not require a constitutional amendment. It can be done by executive action as it does not involve cession of Indian territory to a foreign country. Exchange of territories with Bangladesh important ആണ്. The 100th Constitutional Amendment Act 2015, 100ാമത്തെ Constitutional Amendment Act 2015 was enacted to give effect to acquiring of certain territories by India and transfer of certain other territories to Bangladesh in pursuance of agreement and its protocol entered into between governments of India and Bangladesh. Under this deal, India transferred 111 enclaves to Bangladesh while Bangladesh transferred 51 enclaves to India. അപ്പോൾ 111 എൻക്ലേവ്സ് അങ്ങോട്ടും 51 എൻക്ലേവ്സ് ഇങ്ങോട്ടും എന്താണ് ഈ പറയുന്ന ബംഗ്ലാദേശിന് എക്സ്ചേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിന് 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കമ്മിറ്റിയും അതിൻ്റെ ഡിസിഷൻസുമാണ്. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അപ്പോൾ പ്രിൻസസ് ഭരിച്ചുകൊണ്ടിരുന്ന, നേറ്റീവ് പ്രിൻസസ് ഭരിച്ചുകൊണ്ടിരുന്ന ടെറിട്ടറീസ് ഏത് രീതിയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ കംപ്രൈസ് 2 കാറ്റഗറീസ് ഓഫ് പൊളിറ്റിക്കൽ യൂണിയൻസ്, നെയിംലി ദ ബ്രിട്ടീഷ് പ്രൊവിൻസസ്, ഡയറക്റ്റ് കൺട്രോളിലുള്ള പ്രൊവിൻസസ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള പ്രൊവിൻസസ്, അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, റൂൾ ഓഫ് നേറ്റീവ് പ്രിൻസസ്, അല്ലേ, രാജ്യങ്ങൾ, അതായത് നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പിനെയും കൂടി ജോയിൻ ചെയ്യുന്ന ടാസ്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഏത് രീതിയിലാണ് ഇൻറ്റഗ്രേഷൻ നടക്കേണ്ടത്, അതായത് സ്റ്റേറ്റ്സിൻ്റെ ഫോർമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് 3 കമ്മിറ്റീസ്, സ്പെസിഫിക്കലി 3 കമ്മിറ്റീസാണ്. ധാർ കമ്മീഷൻ, JVP കമ്മിറ്റി, അതുപോലെ തന്നെ ഫസൽ അലി കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്സ് ആയിട്ട് തിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫോർമേഷനൊക്കെ എന്ത് മാനദണ്ഡം വെച്ച് എന്താണ് അതിൻ്റെ ബേസിസ് എന്ന് തീരുമാനിക്കുന്ന 3 കമ്മിറ്റീസാണ്. ഫസ്റ്റ് എന്താണ്, ധാർ കമ്മിറ്റിയാണ്. 1948 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് SK ധാർ ടു എക്സാമിൻ ദ ഫീസിബിലിറ്റി ഓഫ് ദിസ്. അപ്പോൾ SK ധാർ കമ്മിറ്റി 1948 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് SK ധാർ ടു എക്സാമിൻ ദ ഫീസിബിലിറ്റി ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, അല്ലേ. അപ്പോൾ SK ധാറിൻ്റെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എന്താണ് തീരുമാനിച്ചത്? 1948 ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്താണെന്നറിയോ? റെക്കമെൻഡഡ് ദാറ്റ് ദ റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് റാദർ ദാൻ ലിംഗ്വിസ്റ്റിക് ഫാക്ടർ. അപ്പം ഭാഷ വെച്ചിട്ട് വിഭജിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ ഓർഗനൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കൺവീനിയൻസ് നോക്കിയാൽ മതി എന്നാണ് ആദ്യത്തെ കമ്മിറ്റി, SK ധാർ കമ്മിറ്റി, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെക്കമെൻഡേഷനും കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1948
അത് ശരിയാവാത്തത് കൊണ്ട് രണ്ടാമത്തെ കമ്മിറ്റി 1948 രണ്ടാമത്തെ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ വല്ലഭായ് പട്ടേൽ അതുപോലെ പട്ടാഭി സീതാരാമയ്യ ഈ 3 പേരും കൂടിയിട്ടുള്ള കമ്മിറ്റി JVP കമ്മിറ്റി ഫോം ചെയ്തു 1948 തന്നെ. ഇത് രണ്ടാമത്തെ കമ്മിറ്റിയാണ്. ഇതിൻ്റെ റെക്കമെൻഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞോ? ഇല്ല, ഇതും ലാംഗ്വേജ് ബേസിലല്ല. റിജക്റ്റഡ് ലാംഗ്വേജ് ആസ് ദ ബേസിസ് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ റീഓർഗനൈസേഷന് എന്താണ് സ്റ്റേറ്റ്സ് ഫോം ചെയ്യുന്നതിന് ലാംഗ്വേജ് അല്ല ഇപ്പോഴും ബേസ്, മറിച്ച് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് തന്നെയാണ്. പക്ഷേ എന്താണ് ഒക്ടോബർ 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് ഫോഴ്സ് ടു ക്രിയേറ്റ് ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് നോൺ ആസ് ആന്ധ്ര സ്റ്റേറ്റ് ബൈ സെപ്പറേറ്റിംഗ് തെലുഗു സ്പീക്കിംഗ് ഏരിയാസ് ഫ്രോം മദ്രാസ്. എന്തുകൊണ്ടാണ്? ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, പൊട്ടി ശ്രീരാമലുവിൻ്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. 56 ഡേ ഹങ്കർ സ്ട്രൈക്ക് കാരണം അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ എജിറ്റേഷൻ കാരണമാണ് എന്താണ് ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എന്ന രീതിയിൽ ആന്ധ്ര 1953 വന്നത്. അപ്പോൾ ഈ 2 കമ്മിറ്റിയും പക്ഷേ എന്ത് റെക്കമെൻഡ് ചെയ്തില്ല? ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഭാഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ് റീഓർഗനൈസേഷൻസ് റെക്കമെൻഡ് ചെയ്യില്ല. മൂന്നാമത്തെ കമ്മിറ്റിയാണ് എന്ത് ഫസൽ അലി കമ്മീഷൻ. ഇതാണ് എന്ത് അൾട്ടിമേറ്റ്ലി ചെയ്തത്? ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സും കൂടെ വെച്ച് സ്റ്റേറ്റ്സിനെ ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞത് അല്ലേ. ദ ക്രിയേഷൻ ഓഫ് ആന്ധ്ര സ്റ്റേറ്റ് ഇൻറ്റൻസിഫൈഡ് ദ ഡിമാൻഡ് ഫ്രം അതർ റീജിയൻസ് ഫോർ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ദിസ് ഫോഴ്സ് ദ ഗവൺമെൻറ് ടു അപ്പോയിൻറ്റ് എ കമ്മിറ്റി കോൾഡ് ഫസൽ അലി കമ്മീഷൻ. ഇതിൽ ആരൊക്കെയുള്ളത്? അതർ മെമ്പേഴ്സ് KM പണിക്കറും അതുപോലെ തന്നെ HN കുൻസ്രു ആണ്. ഇറ്റ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ സെപ്റ്റംബർ 1955 ആൻഡ് ബ്രോഡ്ലി ആക്സെപ്റ്റഡ് ലാംഗ്വേജസ് ബേസിസ് ഓഫ് റീഓർഗനൈസേഷൻസ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക കാര്യങ്ങൾ? ഈ കമ്മിറ്റി കൺസിഡർ ചെയ്ത മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിസർവേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ദ യൂണിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി, ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഹോമോജനിറ്റി, ഫിനാൻഷ്യൽ എക്കോണമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസിഡറേഷൻ, പ്ലാനിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഇൻ ഈച്ച് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദി നേഷൻ ആസ് എ ഹോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെയുള്ള എന്താ പറയുക ഓർഡർ ഓഫ് സ്റ്റേറ്റ്സ് ആ സമയത്ത് ഏതൊക്കെ ഓർഡറിലാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5th ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റും. ഒന്നും കാര്യമായിട്ട് സമ്മപ്പ് ചെയ്യാനില്ല. അതായത് ആർട്ടിക്കിൾ 2 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യൂ സ്റ്റേറ്റ്സിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻറ്റേർണൽ റീ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഏതെങ്കിലും രീതിയിലൊരു ഭാഗം ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗമോ സ്റ്റേറ്റോ മറ്റ് രാജ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് ആവശ്യമാണ് എന്നും ബൗണ്ടറി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 100ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് നമ്മൾ 111 കോൺക്ലേവ്സ് ബംഗ്ലാദേശിന് കൊടുക്കുകയും ബംഗ്ലാദേശിന് എടുക്കുന്ന 51 കോൺക്ലേവ്സ് തിരിച്ച് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 കമ്മിറ്റീസാണ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട റീഓർഗനൈസേഷൻസിൽ 3 കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫസൽ അലി ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ, അതുപോലെ JVP കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ലാംഗ്വേജ് എസ് എ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. 3ാമത്തെ കമ്മിറ്റി ഫസൽ അലി കമ്മീഷൻ ആണ് എന്ത് ചെയ്തത്? ലാംഗ്വേജ് എസ് എ ക്രൈറ്റീരിയ ഫോർ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4-5 ചാപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ ചാപ്റ്റർ സിറ്റിസൺഷിപ്പാണ്. അത് ഇപ്പോൾ നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ, കാരണം അതിലും കാര്യമായിട്ട് ഒരുപാട് പറയാനില്ല. പക്ഷെ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭയങ്കര വലിയ ഒരു ഏരിയയാണ്. അതും നമ്മൾ എന്താ പറയുക റിറ്റ്സൊക്കെ വരുന്നതാണ്. അപ്പോൾ അതും ഒരു സിംഗിൾ ക്ലാസ്സിൽ തന്നെ ചെയ്യേണ്ടി വരും തോന്നുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് രണ്ടും നമുക്ക് 6ഉം 7ഉം അതായത് സിറ്റിസൺഷിപ്പും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ് മിക്കവാറും അടുത്ത തിങ്കളാഴ്ചയാണ് അപ്ലോഡ് ചെയ്യാൻ സാധ്യത. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ.